ഇനി നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഇതാണ് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴി. വലിയൊരു സ്ട്രീറ്റാണ്. നല്ല കല്ലുകൾ പാകിയ നടവഴിയുണ്ട്. പിന്നെ രണ്ട് സൈഡും കുറേ ഷോപ്പുകൾ, സൊവനീർ ഷോപ്പുകളുണ്ട്. കുറച്ച് ദൂരം നടന്ന് നമ്മൾ ഗോൾഡൻ ടെമ്പിളിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ധാരാളം ഷോപ്പുകളുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചെരുപ്പൊന്നും അങ്ങോട്ട് ഇട്ടോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തലയിൽ എന്തെങ്കിലും കർച്ചീഫോ അല്ലെങ്കിൽ ഷോളോ ഒക്കെ ഇട്ട് മറയ്ക്കണം എന്നുണ്ട്. അപ്പോൾ ലേഡീസ് ആണെങ്കിൽ ഷോളിട്ട് നന്നായി മറയ്ക്കണം. മോള് കണ്ടോ, ജെൻസിനാണെങ്കിൽ ഇതുപോലുള്ള തൂവാലകൾ വാങ്ങാൻ കിട്ടും. അതുപോലുള്ള തൂവാല വാങ്ങി തലയിൽ ഇട്ടിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. വലിയൊരു കോമ്പൗണ്ടാണ്. ഒരുപാട് ദൂരം നടന്ന് വേണം അകത്തോട്ട് കയറാനായിട്ട്. ഫുള്ള് വൈറ്റ് മാർബിളാണ് കേട്ടോ ഇവിടെ എല്ലാം ആക്കിയിരിക്കുന്നത്. നല്ല വെയിലുമുണ്ട്, കാലെല്ലാം പൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു നല്ല വിരിപ്പ് പരവതാനി വിരിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കയറി നമുക്ക് നടന്നു പോകാൻ പറ്റും. നമ്മൾ സാധാരണ ഫോട്ടോയിൽ ആ ഗോൾഡൻ ടെമ്പിൾ അവിടെ നിൽക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു അമൃത് സരോവർ എന്ന് പറഞ്ഞൊരു കുളവും മാത്രമേ കാണുള്ളൂ. അവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം അറിയുന്നത്. വലിയൊരു കോമ്പൗണ്ടാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വൈറ്റ് മാർബിൾ ഇട്ടിട്ടുള്ള കോമ്പൗണ്ട്. ഇവിടെ മോഷണവും പോക്കറ്റടിയൊക്കെ നന്നായി നടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ തിങ്സൊക്കെ സൂക്ഷിക്കണമെന്നാണ് ഇവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ കാല് നനച്ചിട്ട് വേണം കയറാൻ. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിന് മുമ്പിലെത്തി. അപ്പം നമ്മൾ ആദ്യം കാണുന്നത് ഗോൾഡൻ ടെമ്പിളിന് ചുറ്റുപാടുമായിട്ടൊരു അമൃത് സരോവർ എന്നറിയപ്പെടുന്ന ഒരു കുളമാണ്. അപ്പോൾ ഈ കുളം വളരെ പുണ്യമുള്ളതായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഇതിൽ വെള്ളത്തിന് ഹീലിംഗ് പവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസ് വഴിയാണ് ഈ ഗോൾഡൻ ടെമ്പിളിലേക്ക് കയറിയത്. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വന്ന വഴി കേട്ടോ. അപ്പോൾ അത് മേളിൽ ഹൈറ്റുള്ള ഭാഗത്തു നിന്നാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. പിന്നെ ഇത് 1574 ഗുരു രാംദാസ്, നാലാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസാണ് ഈ ഗോൾഡൻ ടെമ്പിൾ പണിയാനായിട്ട് തുടക്കമിട്ടത്. എന്നാൽ 1588 സൂഫി സന്യാസിയായ ഹസ്രത്ത് മിയാൻമീറാണ് ഇതിൻ്റെ ഫൗണ്ടർ സ്റ്റോൺ സ്ഥാപിച്ചത്. അതായത് സാമൂഹികമായ മതത്തിൻ്റെ എല്ലാ സൗഹാർദ്ദങ്ങളും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൂഫി സന്യാസിയെ കൊണ്ട് ഇതിൻ്റെ ഫൗണ്ടർ സ്റ്റോൺ സ്ഥാപിപ്പിച്ചത് കേട്ടോ. പിന്നെ പല കാലഘട്ടങ്ങളിലായിട്ട് ഈ ഗോൾഡൻ ടെമ്പിളിലേക്ക് ഒരുപാട് ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അത് പുതുക്കിപ്പണികളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇവിടുത്തെ രാജാവൊക്കെ ഇത് പുതുക്കിപ്പണിയാനുള്ള നേതൃത്വമൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്തെന്ന് വെച്ചാൽ 750 കിലോ ഗോൾഡ് കൊണ്ടാണ് ഇതിൻ്റെ മെയിൻ ഡോം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ഓരോ ദിവസവും 100,000 ആളുകൾക്കുള്ള ഭക്ഷണമാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട ഒരു സംഭവവും ഈ ഗോൾഡൻ ടെമ്പിളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. 1984 ആ സംഭവം. അതായത് ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഇവിടെ ഒളിച്ചിരുന്നതിൻ്റെ പേരിൽ ഇന്ദിരാഗാന്ധി പിന്നീട് വധിക്കപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് വാഗാ ബോർഡറിലേക്കാണ്. അവിടുത്തെ ഗോൾഡൻ റിട്രീറ്റ് കാണാനാണ് പോകുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഒരു അരമണിക്കൂറോളം യാത്ര ചെയ്യണം. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമൃത്സറിലെ സിറ്റി സൈറ്റ് സീയിങ് ബസ്സാണ് ഈ കാണുന്നത് കേട്ടോ. അവർ വാഗാ ബോർഡറിലെ ഈ ഗോൾഡൻ റിട്രീറ്റ് സെറമണി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതുകൂടാതെ അമൃത്സറിലെ മെയിനായിട്ടുള്ള സീനുകളൊക്കെ ഈ ബസ്സിൽ കൊണ്ടുപോയിട്ട് കാണിക്കും. മേളിലും ഡക്ക് ഉണ്ടല്ലോ, അവിടെ ഇരുന്നിട്ട് മാറുന്ന കാഴ്ചകളൊക്കെ കാണാം. ടൗണിൽ കൂടെയൊക്കെ യാത്ര ചെയ്യാം. ഇതാണ് പ്രസിദ്ധമായ വാഗാ ബോർഡർ കേട്ടോ. വാഗാ ബോർഡർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുള്ള സ്ഥലമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തുള്ള സ്ഥലം അട്ടാരിയാണ് കേട്ടോ. പക്ഷേ വാഗാ ബോർഡറിലുള്ള ഗോൾഡൻ റിട്രീറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അങ്ങനെ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്.
ഇവിടെ 2 ലൈനായിട്ട് വേണം പോകാൻ കേട്ടോ. ലേഡീസും ജെൻസും സെപ്പറേറ്റ് ലൈനായി പോകണം. സെക്യൂരിറ്റി ചെക്കപ്പിന് വേണ്ടിയിട്ടാണ്. ആ സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നിച്ച് ജോയിൻ ചെയ്യാം. शाही जिला की तरफ से जेसीबी तारीफ पढ़ना आपका हार्दिक स्वागत है। 360 അടി അഥവാ 110 മീറ്റർ ഉയരമുള്ള കൊടിമരമാണ് ഈ കാണുന്നത് കേട്ടോ. അത് നമ്മുടെ ഇന്ത്യയുടെയാണ് കാണുന്നത്. അതിന് താഴെ ചെറുതായി കാണുന്നതാണ് പാകിസ്ഥാനിലെ ഫ്ലാഗ് കണ്ടത് കേട്ടോ. ഇന്ത്യയുടെ ബോർഡും അപ്പുറം അറബി എഴുതിയിട്ട് പാകിസ്ഥാൻ്റെ ബോർഡും കാണുന്ന കണ്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സ്റ്റെപ്പ് കയറിയാണേ, വലിയ ഹൈറ്റുള്ള സ്റ്റെപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി കയറുന്നത്. നമ്മുടെ ദേശസ്നേഹം തുളുമ്പുന്ന ഒരു കാഴ്ചയാണിത്. നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയാട്ടോ. എല്ലാവരും ഈ വാഗ ബോർഡറിൽ വന്നാൽ നമുക്കൊരു കോരിത്തരിപ്പ് വരും. അത്രയ്ക്ക് രസമായിട്ടുണ്ട്. റിട്രീറ്റ് സെറമണി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ആളുകളെ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ മേളിൽ നിന്ന് വീഡിയോ എടുക്കുകയാണേ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇന്ന് നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല. നമ്മളിപ്പോൾ ജാലിയൻവാല ബാഗ് കണ്ടു, ഗോൾഡൻ ടെമ്പിൾ കണ്ടു, ഇന്നത്തെ വാഗമൺ വാഗ ബോർഡറിൽ റിട്രീറ്റും കണ്ടു. അപ്പോൾ ഇവിടെ നിറയെ ഗോതമ്പ് പാടങ്ങളുണ്ട് കേട്ടോ. നല്ല വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ പാകിസ്ഥാൻ ബോർഡറും കൂടിയാണല്ലോ. അപ്പോൾ 2 ഭാഗത്തായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലായിട്ടാണ് ഈ ഗോതമ്പ് പാടങ്ങൾ വിളഞ്ഞു നിൽക്കുന്നത് കേട്ടോ. ഇതാ കണ്ടോ, കമ്പിവേലി ഇട്ടിരിക്കുന്ന കണ്ടോ, മുള്ളുവേലി, ഇരുമ്പ് കൊണ്ടുള്ള കമ്പിവേലി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ അതിർത്തിയാണ് രണ്ട് രാജ്യത്തിൻ്റെയും തമ്മിൽ. അവിടെ BSFൻ്റെ ഒരു എയറോപ്ലെയിൻ കാണുന്നുണ്ട്.
കോഫി ഒരു മിനിറ്റ് ഒരു കാര്യം പാട്ടെ മോടെ വെള്ളം എന്താ ഒരു മിനിറ്റ് ഇപ്പൊ ഇവിടെ BSFന്റെ മ്യൂസിയം കൂടിയുണ്ട്. ഒരാൾക്ക് 10 രൂപയാണ് കേട്ടോ ഇവിടത്തേക്കുള്ള എൻട്രി ടിക്കറ്റ്. കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ വ്യൂ കേട്ടോ. നമ്മൾ താമസിക്കുന്ന ബെസ്റ്റ് വെസ്റ്റേൺ ഹോട്ടലാണിത്. മെയിൻ റോഡിൽ തന്നെയാണ്. ഇവിടുന്ന് 10 മിനിറ്റുള്ള എയർപോർട്ടിലേക്ക് കേട്ടോ. അത്ര അടുത്താണ് നമുക്ക് റൂം കിട്ടിയിരിക്കുന്നത്. ഇതൊരു റിസോർട്ട് ഹോട്ടലുകൾ ഏരിയ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ HK ക്ലാക്സിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലും കൂടിയുണ്ട്. മെയിൻ റോഡാണ് കേട്ടോ, എയർപോർട്ട് റോഡാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പഞ്ചാബിലെ അമൃത്സറിലെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചു വന്നു. നാളെ രാവിലെ 9 മണിക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് നമ്മൾ കേരളത്തിലേക്ക് പോവുകയാണ്. 11:20 നമുക്ക് അവിടെ ഫ്ലൈറ്റ് ഉള്ളത്. അത് കഴിഞ്ഞ് നേരെ ബാംഗ്ലൂരിലേക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ നേരത്തെ ഹൈദരാബാദിലേക്കാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ബാംഗ്ലൂരിലേക്കാണ് പിന്നെ ഫ്ലൈറ്റ് റെഡി ആയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി ബാംഗ്ലൂരിൽ നിന്ന് വൈകിട്ട് 6 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ 7 മണിക്ക് തന്നെ കൊച്ചിയിലെത്തുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഇനി ബാക്ക് ടു കേരള. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടി. അത് എൻ്റെതാണെന്ന് തോന്നുന്നു അല്ലേ? എൻ്റെ ഫോണാണ്. ഫോണോ വേണ്ടേ? വേണ്ടേ കൊള്ളേ. റെഡിയായി പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഹായ്. ഇവിടുത്തെ യാത്ര നന്നായി. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. നല്ല സർവീസാണ് കേട്ടോ ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ. അതുപോലെ ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്. ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ വരെ എത്തി. ഇനി 1 hour ജേണിയേ ഉള്ളൂ നമുക്ക് കൊച്ചിയിലേക്ക്. പക്ഷെ നമ്മൾ ഇനി ഒരു 6 മണി വരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഒരു 5:30 ആകുമ്പോഴേ ഇനി നമുക്ക് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയം 3:15 കഴിഞ്ഞു. ഇനി 5:30 വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഇരുന്ന് മുഷിയും. അത് കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോൾ കൊച്ചിയിലെത്തും. ഭയങ്കര കൂട്ടാരുണ്ട്. അങ്ങനെ ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ടിൽ എത്തിയിട്ടോ. ലഗേജസ് കളക്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ആളുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു 5 ദിവസം 6 ദിവസത്തെ അതിമനോഹരമായ യാത്ര. ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള ഒരു നല്ല മനോഹരമായ യാത്രയായിരുന്നു. യാത്രയിലാകെ നമുക്ക് കിട്ടുന്നത് ഇതൊക്കെയാണ്. പല ഭാഗത്തുള്ള പല രീതിയിലുള്ള ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഒറ്റ ഫാമിലിയായിട്ട് ഒന്നിച്ച് പോവുക. ഒരു 5-6 ദിവസം എല്ലാം മറന്ന് ആസ്വദിക്കുക. ഒന്ന് റിഫ്രഷ് ആവുക. നമ്മുടെ എല്ലാ ജീവിത തിരക്കിൽ നിന്നും ഒന്ന് റിഫ്രഷ് ആവുക. ഇതൊക്കെയാണ് നമുക്ക് ആകെ കിട്ടാനുള്ളത് കേട്ടോ. നമ്മൾ ലഗേജസൊക്കെ കളക്ട് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഫോട്ടോ സെഷനാണ്. എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തിട്ട് പിരിയാന്നുള്ള ഉദ്ദേശത്തിലാണ്. അത് വഴി പറഞ്ഞോണ്ടാ സാരമില്ല. ചേച്ചി നമുക്ക് പിന്നെ കാണാം. പോട്ടെ, ശരി കാണാം. മേവുട്ടി ബൈ ബൈ.